തലമുറ പശു വളർത്തൽ മേഖലയിലേക്ക് വരുന്നില്ല എന്ന് പൊതുവായ സംസാരമുണ്ട്. എന്നാൽ 3 ചെറുപ്പക്കാർ കൂടി ഹൈബ്രിഡ് പശുക്കളെ വളർത്തി പശു വളർത്തൽ വളരെ ലാഭകരമായിട്ട് മുന്നോട്ട് വന്ന ഒരു വീഡിയോ ആണ് നമ്മളിത് കാണാൻ പോകുന്നത്. അപ്പോൾ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തുള്ള 3 ചെറുപ്പക്കാരുടെ പശു ഫാമിലാണ്. ഇവർ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് പശു വളർത്തൽ മേഖലയിലേക്ക് വന്നവരാണ്. ആദ്യം ജേഴ്സി പശുവിലും തുടങ്ങി. ഇത് അത്ര ലാഭകരമല്ലാത്തതുകൊണ്ട് പിന്നീട് ഹൈബ്രിഡ് പശു പരിപാലനം തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ 11 മാസമായിട്ട് ഹൈബ്രിഡ് പശുക്കളെ വളർത്തി ഇവർ പശു വളർത്തൽ വളരെ ലാഭകരമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിന്റെ വീഡിയോ ആണ് നമ്മൾ ഇത് കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പേര് പറയാമോ? എൻ്റെ പേര് ജിതിൻ. എത്ര വയസ്സുണ്ട്? എനിക്ക് 30 വയസ്സ്. മോനാ? 24 വയസ്സ്. 24 വയസ്സ്. മോനെ എത്ര? ചെറുപ്പക്കാരായിട്ടോ, വളരെ ചെറിയ കുഞ്ഞു പ്രായമുള്ളവരാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത്? അതായത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്നായിരുന്നു ഞങ്ങളെ ആഗ്രഹം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ 2 പേർക്കും അതായത് ഈ ഫീൽഡിലേക്ക് വരാൻ ഞങ്ങൾക്ക് വേറെ ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ പിന്നെ ഇവന്റെ വീട്ടിലാണെങ്കിൽ ചെറുപ്പം മുതലേ പശുവും കാര്യങ്ങളും ഉള്ളതാണ്. ഇവനാണ് ഇതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിനുശേഷം ഞങ്ങളൊരു ആദ്യം തന്നെ ഒരു 2 പശുവിലാണ് തുടങ്ങിയത്. സാധാ ജേഴ്സി പശു ആയിരുന്നു. പിന്നീട് ഒരെണ്ണം കൂടി വാങ്ങി. അപ്പൊ അതുമല്ലാണ് ഞങ്ങൾ ഈ കറവും കാര്യങ്ങളും ഒക്കെ പഠിച്ചത്. അതിനുശേഷമാണ് നമ്മൾ വീഡിയോ കാണുന്നത്. ഷീര ഡയറി ഫാമിന്റെ ഒരു വീഡിയോ കണ്ടു. അപ്പൊ അതിനുശേഷം നമ്മൾ അവർ ഫാം വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ അവിടെ പോയി പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പൊ അവര് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും വളരെ ഇൻട്രസ്റ്റ് ആയി. അപ്പൊ അതിനുശേഷമാണ് ഇത് ഈ ഫീൽഡിലേക്ക് വരാൻ ഒരു താല്പര്യം തോന്നിയത്. ഓക്കെ. അപ്പം നിങ്ങൾ ചെറുപ്പക്കാരല്ലേ, അപ്പം പല ബിസിനസ്സുകളും, പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഈ ഒരു കൃഷി, അതായത് പശു വളർത്തൽ തിരഞ്ഞെടുത്തത്? അതായത് ഇത് ഈ ഫീൽഡ് അത്യാവശ്യം ലാഭകരമാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അത് എങ്ങനെ അറിയാൻ? അത് നമ്മൾ ഈ നാടൻ പശുവിനെ വളർത്തിയപ്പോൾ നമുക്ക്, അതായത് ജേഴ്സി പശുവിനെ വളർത്തിയപ്പോൾ നമുക്ക് അധികം വിചാരിച്ച പോലെ നമുക്ക് ലാഭം കിട്ടിയിരുന്നില്ല. അതായത് നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞു പോകാനുള്ള നമുക്ക് കിട്ടിയിരുന്നില്ല. ഞാൻ ആദ്യം ഫിനാൻസിലാണ് വർക്ക് ചെയ്തിരുന്നത്. ആളാണെങ്കിലും അതുപോലെ തന്നെ സെയിൽസിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഈ കുട്ടിയോ? പഠിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു ഫീൽഡ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫ്രീ ടൈം, എല്ലാവരും പറയണത് എന്തായാലും ഫ്രീ ടൈം കിട്ടില്ല എന്നാണ് പറയണത്. ഈ പശു വളർത്തൽ വെച്ചാല് ഫുൾ ടൈം പണിയാണ്, നമുക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മള് ഈ ഷീര ഡയറി ഫാം അവിടെ പോയി വിസിറ്റ് ചെയ്തപ്പോഴും അവരെ പണിയുടെ ടൈം നമ്മൾ അന്വേഷിച്ചപ്പോഴും അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫ്രീ ടൈമും നമുക്ക്, അതായത് എല്ലാ കാര്യങ്ങൾക്കും പോവാനും സമയം കിട്ടും. അപ്പൊ ഞങ്ങള് ചെയ്തു തുടങ്ങിയപ്പോഴും നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ആദ്യം നിങ്ങൾ ജേഴ്സി പശുവിൽ നിന്നാണ് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ എത്ര പശുക്കൾ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പശു ഫാം തുടങ്ങുമ്പോൾ വെച്ചാല് നമ്മള് ആദ്യം 2 ജേഴ്സി പശുവാണ് വാങ്ങിയത്. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി വാങ്ങി. അപ്പൊ അതിനുശേഷം നമ്മൾ 2 വാങ്ങി. 2 നമ്മൾ ഷീര ഡയറി ഫാമിൽ പോയി. അപ്പൊ അവർക്ക് നമുക്ക് 2 വേണമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ അവര് ഒരു ലോഡായിട്ടാണ് അവിടെ പശുവിനെ എടുത്തിരുന്നത്. ഒരു 10 വെച്ചിട്ടാണ് അവർ ആദ്യം കൊടുന്നിരുന്നത്. അപ്പൊ അതിൽ നമ്മൾ പോയി സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ 2 എടുത്തത്. അപ്പൊ അത് കൊടുന്നിട്ട് നമുക്ക് ആദ്യം കൊടുന്നു. അതിൽ ആദ്യം നമ്മൾ തീറ്റെടുക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥേനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് നോക്കി സെറ്റായപ്പോൾ അത് ഓക്കെ ആയി. ഈ ജേഴ്സി പശുവിനെ എടുത്തപ്പോൾ നിങ്ങൾക്ക് അത് ലാഭകരമായിരുന്നോ ഈ ഒരു പശു വളർത്തല്? നമുക്ക് ലാഭകരമല്ല, പറയാൻ മാത്രം നഷ്ടം ഉണ്ടായിരുന്നില്ല. നമുക്ക് നമ്മളെ അതിന്റെ ചെലവിനുള്ള മാത്രം നമുക്ക് കിട്ടിയായിരുന്നുള്ളൂ. നമ്മുടെ കയ്യിലേക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അല്ലേ? കയ്യിലേക്കൊന്നും കിട്ടുന്നുണ്ട്. ഈ പശു ആകുമ്പോൾ നമുക്ക് 20+ ആണ് നമുക്ക് പാല് പറയണത്. അപ്പൊ നമുക്ക് ഈ പശുവിന്റെ ചെലവ് വരുന്ന വെച്ചാല് നമുക്ക് ഒരു പശുവിന് 350 രൂപ വരെ ഉള്ളിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ തീറ്റ എടുക്കണത് പാലക്കാട് തന്നെയാണ് തീറ്റ എടുക്കണത്. അപ്പൊ അവിടുന്ന് കൊണ്ട് വരുന്ന വണ്ടി ചാർജ് അടക്കാണ് നമുക്ക് 350ന്റെ ഉള്ളിൽ വരുന്നത്. 350 വരില്ല, ഒരു 340-45 ഉള്ളിന്റെ വരുന്നത്. അപ്പൊ ബാക്കി നമ്മൾ ഏകദേശം റൗണ്ട് ചെയ്തിട്ട് പറയണതാണ് 350 എന്ന് പറയണത്. നമ്മൾ സൊസൈറ്റി കൊടുക്കണത് വെച്ചാല് 43-45 രൂപ വരെ ഉള്ളിലാണ് നമ്മൾ സൊസൈറ്റിയിൽ കൊടുക്കണത്. അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോ 20 ലിറ്ററിന് കൊടുക്കുമ്പോ നമുക്ക് 900ന്റെ ഉള്ളിലാണ് നമുക്ക് ഒരു ദിവസം പ്രോഫിറ്റ് ടോട്ടൽ വരുന്നത്. അപ്പൊ അതിൽ ചെലവ് കഴിച്ചാല് നമുക്കൊരു 500 രൂപ എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പശുവിൽ നിന്ന് ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഒരു മാസം നോക്കുമ്പോ എന്തായാലും ഒരു പശുവിൽ നിന്ന് ഒരു 15 രൂപ വരെ ഉള്ളില് നമുക്കത് കിട്ടും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 2 പശു ആകുമ്പോ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ആദ്യത്തെ ഇതിൽ നമുക്ക് പോയിരുന്നു. ഇപ്പൊ ഇത് ലോക്കൽ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് കൊണ്ടുവന്ന പശുവിനെ ഒന്ന് പരിചയപ്പെടാമോ? ഇവിടെ ഉണ്ടോ?
അവിടെ ഉണ്ട് നമുക്ക് കാണാം. ഇതായിട്ട് ഇവരുടെ പശു ഫാമും പശുത്തൊഴുത്തും പിന്നെ അതുപോലെ തന്നെ പശുക്കൾ. ഇപ്പൊ എത്ര പശുക്കളുണ്ട്? നമുക്കിപ്പോ നിലവില് ഹൈബ്രിഡ് 9 ഉള്ളത്, പിന്നെ ഒരു ജേഴ്സിനുള്ളത്. ഫസ്റ്റ് കൊടുന്നുള്ളത് ഒന്ന് ഇതാണ്. ഇവിടെ ഒറ്റ പശുവിനാണ് തുടങ്ങിയത് ഈ ഹൈബ്രിഡ്? ഒന്ന് അതും അതുപോലെ തന്നെ ഇതാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയായിരുന്നു? രണ്ടാം പ്രസവമായിരുന്നു അത് കന്നി പശുവിനെയാണ്? എങ്ങനെയായിരുന്നു? ഇത് കന്നിയാണ്. കന്നിയാണ്. ഓക്കെ. അപ്പൊ അവളോ? അതും. എന്തുകൊണ്ടാണ് ഈ കന്നി പശുവിനെ തെരഞ്ഞെടുത്തത്? നമുക്ക് കന്നി പശുവിനെ എടുക്കുമ്പോ വെച്ചാല് നമുക്ക് കറവും കാര്യങ്ങളായാലും ആദ്യം ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. നമ്മൾ പഠിക്കാൻ നല്ലത് കന്നി പശു എന്നാണ് നമ്മൾ അറിഞ്ഞത്. അവരായിട്ട് സംസാരിച്ചപ്പോഴായാലും നമ്മൾ ഇതാണ് അറിഞ്ഞുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് തെരഞ്ഞെടുത്തത്. അപ്പൊ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അവിടുത്തെ ബുദ്ധിമുട്ട് വെച്ചാല് നമുക്ക് ഇതിലെ അസുഖങ്ങൾ വരും, സ്വാഭാവികമാണ്. അസുഖങ്ങള് നമ്മള് ഇപ്പൊ അവിടുത്തെ കാലാവസ്ഥേനായിട്ട് താരതമ്യം ചെയ്യുമ്പോ നമുക്ക് ഇവിടെ വരുമ്പോ എന്തായാലും അസുഖങ്ങൾ അത്യാവശ്യം വന്നിട്ടുണ്ട്. അത് അകിടുവീക്കം ഒരു ഇതാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ തൈലേറിയ എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവും, ഇത്രയും യാത്ര ചെയ്തിട്ട് വരുന്ന ആയ കാരണം. അപ്പൊ നമുക്ക് തുടക്കം മുതൽ ഇങ്ങനത്തെ പശുവിനെ വളർത്തിയിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് നമ്മൾ അവരെയാണ് കോണ്ടാക്ട് ചെയ്തിരുന്നത്. അപ്പൊ അവര് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എപ്പോഴായാലും നമുക്ക് വിളിച്ചു കഴിഞ്ഞാല് നമുക്ക് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. എന്താണ് മെഡിസിൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ എത്ര നാട് മുമ്പാണ് ഈ 2 പശുക്കളെ കൊണ്ടുവന്നേ? നമ്മളിപ്പോ ഈ 2 പശുക്കളെ കൊടുത്തിട്ട് ഒരു ഏകദേശം ഒരു 11 മാസം ആയിട്ടുണ്ടാവും. 11 മാസം. ഇപ്പൊ എത്ര പശുക്കൾ വരെ എത്തിയിട്ടുണ്ട്? ഇപ്പൊ നിലവിൽ നമുക്ക് 10 പശുവാണുള്ളത്. ഈ 2 പശുവിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണോ ഈ ഒരു ഇത്രയും പശുക്കളെ വാങ്ങിയത്? എങ്ങനെയാ? നമ്മള് ഇപ്പൊ 2 പശുവിനെ കൊടുത്തതിന് ശേഷം ഒരു 2 മാസം കഴിയുമ്പോഴാണ് അടുത്ത 2 പശുവിനെ നമ്മൾ കൊടുക്കുന്നത്. അതിൽ നിന്ന് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ വേറെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊന്നും എടുത്തിരുന്നില്ല. അപ്പൊ അതിൽ നിന്നുള്ള പൈസ മാറ്റി വെച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലോക്കൽ സെയിലും ഉണ്ട്. ആ പൈസ മാറ്റി വെച്ചിട്ടും നമ്മൾ ഏകദേശം പൈസ സെറ്റാക്കിയിട്ടാണ് ബാക്കി 2 പശുവിനെ നമ്മൾ ഇറക്കിയത്. അപ്പൊ പലർക്കും ഡൗട്ട് ഉണ്ടായി, ഇതിൽ നിന്ന് പാല് വിറ്റ എത്ര ഈ ഒരു പശുവിനെ വാങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാ? നമുക്ക് അതായത് പശുവിന് ഇത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് എമൗണ്ട് നമുക്ക് വരും എന്തായാലും. ഏകദേശം എമൗണ്ട് നമുക്ക് കിട്ടും. അതായത് നമുക്ക് 20 പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് 20+ കിട്ടുന്ന പശുക്കൾ നമ്മൾ ഇതിലുണ്ട്. നമുക്ക് ഈ മൂന്നാമത് നിൽക്കുന്ന ബ്ലാക്ക് നമുക്ക് 20 പറഞ്ഞിട്ട് 24 കിട്ടിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 20 പറഞ്ഞ 20 കിട്ടണതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് എടുക്കുന്ന പശുക്കൾ എന്താ വെച്ചാലും 20 പറഞ്ഞു കഴിഞ്ഞാൽ 20 എന്തായാലും 20+ കിട്ടും. പിന്നെ നമുക്ക് ഇവിടുത്തെ കിട്ടാത്തതിന്റെ കാരണം നമ്മൾ ഇവിടുന്ന് നമ്മൾ നോക്കണതിന്റെ മിസ്റ്റേക്ക് കാരണമാണ് 20-ന് താഴെ കിട്ടില്ല എന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അസുഖങ്ങളൊന്നും ഇല്ലാതെ? അതായത് നമ്മളിപ്പോ കൊടുന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ പൊട്ടാസ്യം വെച്ചിട്ട് നമ്മള് കഴുകിയിട്ടാണ് നമ്മൾ ഫാമിൽ കയറ്റുക. പിന്നെ അതുപോലെ തന്നെ നമ്മള് 2 നേരം കുളിപ്പിക്കുന്നുണ്ട്. നമ്മൾ വൃത്തിയായിട്ട് നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് അസുഖം വരുമ്പോ ആദ്യം തന്നെ ചികിത്സിക്കുക. നിങ്ങൾക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അതിന്റെ അകിടുവീക്കത്തിന് എന്തൊക്കെ ചെയ്തു, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന എന്നോട് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ മരുന്ന് അറിയും? അകിടുവീക്കത്തിന് നമ്മള് മിഷൻ വെച്ച് കഴിഞ്ഞാൽ തന്നെ അകിടില് ബാക്കി പാലുണ്ടോ നമ്മൾ നോക്കും. അതായത് എന്തെങ്കിലും പാലിറക്കാത്ത ഇഷ്യൂസ് എന്തോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ കറന്നെടുക്കും, അല്ലെങ്കിൽ രണ്ടാമത് മിഷൻ വെച്ചിട്ട് നമ്മള് അത് പ്രോപ്പറായി വെറ്റിച്ചെടുക്കും. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് വൃത്തി ഉണ്ടെങ്കിൽ ഈ അകിടുവീക്കം വരില്ല. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച പിന്നെ എന്തെങ്കിലും പനിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടക്കം തന്നെ നമ്മൾ പശുക്കളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഒരുവിധ അസുഖങ്ങൾ കുറയും. അവര് പറയുന്ന പാലൊക്കെ നമുക്ക് കിട്ടൂല്ലേ? പാലൊക്കെ നമുക്ക് പറഞ്ഞ പാൽ എന്തായാലും നമുക്ക് കിട്ടുന്ന പശുക്കളാണ് ഇവിടെ എല്ലാം ഉള്ളത്. എന്തെങ്കിലും പാൽ കിട്ടാത്തതിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നോക്കണവരുടെ ഇതാണെന്നുള്ളത് നമ്മൾ പറയുള്ളൂ. അപ്പൊ മോനെ ഈ 10 പശുക്കളിൽ എത്ര ഇളം കറവയുണ്ട്? ഇളം കറവ എന്ന് വെച്ചാൽ 1 2 അതേപോലെ 3 നല്ലോണോ. ഓക്കെ. അപ്പൊ കന്നിക്കറവ് പറഞ്ഞപ്പോ ബാക്കിയുള്ളതൊക്കെ കന്നിക്കറവ് 2-3 എണ്ണം. 2-3 എണ്ണം. ഓക്കെ. ചെനയിൽ നിക്കണുണ്ടോ? ഫുൾ ചെനയിലുണ്ടോ? ഇത് ചെനലിൽ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ. കറവയും ചെനയും കൂടെ കൂടിയത് അല്ലേ? ഇതിപ്പോ ഒരു 3-3.5 മാസം ആയിട്ടുണ്ട് ചെന പിടിച്ചിട്ട്. അപ്പൊ ഇപ്പൊ ഇതിനുള്ള ചെലവ് കിട്ടുന്നുണ്ട്? ഈ ചെലവ് കിട്ടുന്നുണ്ട്. പാലിപ്പോ നമുക്കൊരു 6 മാസത്തോളം 7 മാസം കറക്കാലും നമുക്ക് അതിനനുസരിച്ച് പാല് കിട്ടുന്നുണ്ട്. കുറച്ച് പാല് കുറയുന്നുണ്ട്. 20 ലിറ്റർ പാലാണ് പറഞ്ഞത് കിട്ടിയിരുന്നത്. അതിലിപ്പോ ഒരു 5 ലിറ്റർ ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും. ഇതിനു വേണ്ടി എക്സ്ട്രാ ചെലവ് കണ്ടെത്തേണ്ട ആവശ്യം വരില്ല. ഇതിന്റെ പാല് വിറ്റ് നമുക്ക് പൈസ കിട്ടൂലേ? അത് കിട്ടും. കിട്ടും ഉറപ്പായിട്ടും. ജേഴ്സി പശുവിനെ കിട്ടിയപ്പോ അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലേ? അങ്ങനെ സെപ്പറേറ്റ് നമ്മൾ കണ്ടെത്തണായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ജേഴ്സി പശുക്കൾ മേടിച്ചിട്ട് പിന്നെ അവരെ തീറ്റ ചെലവ് മാത്രമേ ഞങ്ങൾക്ക് അതില്
ഉൾതാക്കിയിരുന്നുള്ളൂ. ഓക്കെ ഓക്കെ. അവരെ നോക്കുക, തീറ്റ ചെലവ്, അവരെ പാല് തരാ കൊണ്ട് വിൽക്കുക, അത് തീറ്റ ചെലവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ടോട്ടൽ എത്രത്തോളം പാലുൽപാദനം ഉണ്ട്? ഒരു 150 ലിറ്റർ പാലിന്റെ വിൽപ്പന കുറച്ച് ലോക്കൽ സെയിൽ ഉണ്ട്. പിന്നെ അതേപോലെ ലോക്കൽ സെയിൽ നമുക്ക് എങ്ങനെയാ ഇവിടെ കൊണ്ടേ കൊടുക്കുവാണോ അതോ ഇവിടെ വന്ന് എടുക്കുവാണോ? എങ്ങനെയാ അതിന്റെ കാര്യം? കൊണ്ടേ കൊടുക്കലുണ്ട്, പിന്നെ ഇവിടെ എടുക്കലുണ്ട്. എടുക്കലുണ്ട്. നിങ്ങൾ അങ്ങനെ അതിന്റെ മാർക്കറ്റ് കണ്ടെത്തിയേ? മാർക്കറ്റ് കണ്ടെത്തി വെച്ചാൽ ഇതിങ്ങനെ നിങ്ങൾ വളർത്തുന്നുണ്ടെന്ന് മനസ്സിലായോണ്ടാണ് ആൾക്കാർ വന്നു തുടങ്ങിയത്. പിന്നെ അതെയാ? ഓക്കെ ഓക്കെ. അപ്പം സൊസൈറ്റിയിൽ കൊടുക്കുന്നുണ്ടോ നമ്മള് പാല്? സൊസൈറ്റിയിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ബാക്കി വരുന്ന പാല് ലോക്കൽ സെയിൽ കഴിഞ്ഞ ബാക്കി പാല് സൊസൈറ്റിയിൽ കൊടുക്കും. സൊസൈറ്റിയിൽ കൊടുക്കും. നമുക്ക് ഏകദേശം എത്ര രൂപ കിട്ടും? നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങള്? 43-45 രൂപ ഉള്ളിൽ കിട്ടും നമുക്ക്. അപ്പൊ മോന്റെ അഭിപ്രായത്തില് എന്താ പറയാ, അത്യാവശ്യം ലാഭകരമാണ് ഇത്? അത്യാവശ്യം ലാഭകരമാണ്. അതെയോ? നല്ല അനുഭവങ്ങളാണ്. കാരണം ഞങ്ങള് മറ്റേ ജേഴ്സി പശുക്കൾ തുടങ്ങിയാണ്. അതിന്റെ കഥ എന്ന് പറഞ്ഞേ. ഞങ്ങള് ആദ്യം തുടങ്ങിയത് തന്നെ ജേഴ്സി പശുക്കളാണ്. എന്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ തുടങ്ങിയത്. പിന്നെ ഞങ്ങക്ക് ഇവരെ തീറ്റ ചെലവും ജേഴ്സി പശുക്കളുടെ തീറ്റ ചെലവ് ഞങ്ങക്ക് ഒന്നും ഇതായിരുന്നില്ല. ഇവര് പാല് കൊടുക്കുക, അങ്ങനെ തീറ്റ മേടിക്കാൻ സെറ്റപ്പ് മാത്രമാണല്ലോ. മോനെങ്ങനെ ഈ രണ്ടുപേരെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവന്നേ? ഞങ്ങൾക്ക് ഇതേപോലെ പറഞ്ഞ പോലെ നേരത്തെ ബിസിനസ് തുടങ്ങാൻ താല്പര്യമായിരുന്നു. മൂന്നുപേരും കൂടെ കൂടി അതിലേക്ക് ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഫാം തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. മോനെങ്ങനെ അത് ഫാം തുടങ്ങുന്നത്? അച്ഛനമ്മയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു താല്പര്യം ഉണ്ടാവണല്ലോ. പിന്നെ എനിക്ക് ഫാം തുടങ്ങാൻ പണ്ട് താല്പര്യം ഉണ്ടായിരുന്നു, കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് ഒരാൾക്ക് തുടങ്ങാൻ പറ്റില്ലേ. പിന്നെ ഞാൻ അവരെ വിളിച്ചു, സംസാരിച്ചു. അപ്പൊ അവര് ഓക്കെ പറഞ്ഞു. ഫസ്റ്റ് ഓക്കെ പറഞ്ഞു. എനിക്ക് എതിർപ്പൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ മെല്ലെ മെല്ലെ ആള് മറ്റേ ജസ്റ്റ് തുടങ്ങി ഞങ്ങള് മുന്നോട്ട് ആയിരുന്നില്ല, വേറെ സ്ഥലത്തായിരുന്നു. അപ്പൊ അവിടെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവിടെ ഇരുന്ന് രണ്ടെണ്ണത്തിന് ഈ ഇതിന് ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങി. ഒരുമിച്ചല്ല തന്നെയല്ല തുടങ്ങി. അപ്പൊ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടോ? എന്തെങ്കിലും നഷ്ടങ്ങൾ, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അകിടുവെക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്? ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ നിലയിൽ എത്തിയിരിക്കുന്നു. അപ്പൊ ഇതിപ്പോ വന്നപ്പോ അകിടുവെക്ക് ഉണ്ടായിരുന്നു, പറഞ്ഞില്ല, ഈ ഫസ്റ്റ് പ്രസവത്തിൽ പഠിച്ചു രണ്ടത്തിന്. അപ്പൊ അതിന് തന്നെ ഞങ്ങൾ പഠിച്ചു തുടങ്ങിയത്. പകടി വീക്കങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു. കാരണം ഒരു മാസത്തോളം ചെറുപ്പക്കാരല്ല, അപ്പൊ മനസ്സും അടുത്ത് കാണൂലേ. ഇപ്പൊ നമുക്ക് തുടങ്ങി. പിന്നെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, മനസ്സിലായി ഞങ്ങൾക്ക്. കാരണം ഇനി അതിൽ പോയിട്ട് കാര്യമില്ല. പിന്നെ എത്ര പാലും നമുക്ക് ലാഭം വേണ്ട എന്തെങ്കിലും. അപ്പൊ ഞങ്ങൾ ഇതിനെ മേലേക്ക് ക്ഷീര ഡയറി ഫാമിലേക്ക് പോയി. ഞങ്ങള് അവരുടെ വീഡിയോസ് ഒക്കെ വിളിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒന്ന് അന്വേഷിക്കാൻ പറ്റേ ഫുൾ സപ്പോർട്ട് ആയിരുന്നു അവര്. 3 പേരും കൂടി ഞങ്ങള് അവിടെ പോയിട്ട് അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ. അപ്പൊ അവര് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അതിരിക്കേണ്ടി ഇറങ്ങി. പിന്നെ ഞങ്ങളുള്ള പശുക്കളൊക്കെ ഞങ്ങൾ കൊടുത്തു. ഞങ്ങള് ജേഴ്സി പശുക്കൾ വന്നപ്പോ ഒരു നാളൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം നാളെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഞങ്ങൾ കൊടുത്തു. രണ്ടതിനെ ഇറക്കി ഞങ്ങൾ. എന്നിട്ട് പിന്നെ ഇത് തുടങ്ങി. പിന്നെ അപ്പൊ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പോ ഇതിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ കണ്ടെത്തിയത്? ഇപ്പൊ 10 പശുക്കളുണ്ട്, നിങ്ങൾക്ക് വാങ്ങണ പൈസയൊക്കെ വേണ്ടേ? അതെ, പൈസ വേണം. നമ്മള് 3 പേരും കൂടിയിട്ട് ആദ്യം ചെറിയ എമൗണ്ട് കണ്ടെത്തിയിട്ടാണ് ഈ 2 പശുവിനെ വാങ്ങിച്ചത്. ലോൺ ആയിട്ടായിരുന്നോ? അല്ല, ഞങ്ങള് പേഴ്സണലായിട്ട് കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ടാണ് സൂക്ഷിച്ചു വെച്ചല്ലേ? വീട്ടുകാരിൽ നിന്ന് അവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് 2 പശുവിനെ ഞങ്ങൾ വാങ്ങിയത്. പിന്നെ അതിൽ നിന്നിട്ട് ഞങ്ങൾക്ക് വിശ്വാസമായി, ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഇത് എമൗണ്ട് ഇറക്കിയാലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്ന് മനസ്സിലായി. ഞങ്ങൾ പേഴ്സണലായിട്ട് തന്നെ കുറച്ച് ലോണുകളും ബാങ്ക് ലോണും എടുത്തിട്ട് തന്നെയാണ് വാങ്ങിയത്. അല്ലാണ്ട് ഒരിക്കലും 2 പശു 5 പശു ആക്കാനുള്ള എമൗണ്ട് ഒന്നും 2 മാസം കൊണ്ട് നമുക്ക് കിട്ടില്ല. നമുക്ക് വിശ്വാസമായപ്പോ നമ്മൾ വാങ്ങിയതാണ്. അപ്പൊ ഈ ലോണൊക്കെ അടഞ്ഞു പോകുന്നുണ്ട്? ലോണൊക്കെ ഇതിൽ തന്നെ അടഞ്ഞു പോകുന്നുണ്ട്. അതെ, ഇതിൽ തന്നെ അടഞ്ഞു പോകുന്നുണ്ട്. ചെറിയ എമൗണ്ട് ഞങ്ങൾ എടുക്കുന്നുള്ളൂ. ഇതിന് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും അടഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഈ ഫാമിന്റെ അതെങ്ങനെയാ? ഈ സ്ട്രക്ചർ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. ഞങ്ങൾക്ക് മുന്നേ വേറൊരു തൊഴുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ 2 പശുവിന് നിൽക്കാനുണ്ടായിരുന്നല്ലോ. പിന്നെ 5 ആക്കുമ്പോ അവിടെ ഞങ്ങൾ കുറച്ച് വലുതാക്കി. അവിടെയും കുറച്ച് എമൗണ്ട് നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് 10 ആക്കുമ്പോ അവിടെ നിൽക്കാൻ പറ്റില്ല, ഫുൾ വീടുകളുള്ള ഒരു ഏരിയ ആയിരുന്നു. പിന്നെ ഇങ്ങോട്ട് മാറി ഒരു 10 പശുവൊക്കെ ഉള്ളത്. നിങ്ങൾ ചെറുപ്രായത്തിൽ ഇങ്ങനെ തുടങ്ങുമ്പോ എങ്ങനെയാണ് ഈ ഒരു പൈസ കണ്ടെത്തുന്നത്? എല്ലാവരും ഒരു ചിന്ത ഉണ്ടാവുമല്ലോ. പൈസ പേഴ്സണൽ ലോണൊക്കെ തന്നെയാണ്. അതെ, പേഴ്സണൽ ലോണും ബാങ്ക് ലോണും അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കണ്ടെത്തിയിട്ട് തന്നെയാണ്. പിന്നെ വീട്ടുകാർ ചെറിയ സഹായം ഉണ്ടായിരുന്നു. അതെ, അപ്പനും ചെറിയ സഹായം ഉണ്ടായിരുന്നു. അതിൽ തന്നെയാണ് നമ്മൾ ഈ ഇതിക്ക് എത്തിയത്. അത് ഇതിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ അടച്ചു തീർക്കുക. പിന്നെ ഇത് നമ്മുടെ ലാഭം തന്നെയായിരുന്നല്ലോ. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു തൊഴുത്ത് നിങ്ങൾ കണ്ടത് ഈ ഓല കൊണ്ടാണ് മെയിൻ. വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് പണിതിരിക്കുന്നത്. ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ചെലവ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തത് തന്നെയാണ്. ഇതിപ്പോ ഓല കൊണ്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഐഡിയ ഒക്കെ കിട്ടിയത്? നമ്മൾ മുന്നുള്ള തൊഴുത്ത് ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. കുറച്ച് ചൂട് കുറയുകയും ചെയ്യും, കുറച്ച് ഷീറ്റിന്റെ ഇതിന് കുറച്ച് ഫണ്ട് കുറയുകയും ചെയ്യും. അങ്ങനെ ചെയ്തതാണ് നമ്മളിത്. ഈ ഫാമിൽ ഇവിടുത്തെ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റ കാണാട്ടോ. അത് ഇവിടെ ഇപ്പൊ കലക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തീറ്റ സമയമാണോ? അതെ, ഞങ്ങൾ ഉച്ചത്തെ കറവന് സമയമാണ്. മോനെ, ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നേ?
ഇതില് പെല്ലറ്റ് ഉണ്ട് ഒരു 1.5 കിലോ. ഓക്കെ. ബാക്കി 2.5 കിലോ നമ്മള് മിക്സ് ആണ്, ഒരു 5 തീറ്റ മിക്സ് ആണ്. ചോളപ്പൊടി, ചോളത്തവിട്, സോയന്റെ സ്കള്ള്, പിന്നെ ഈ ബൂസ്റ്റർ എന്ന് പറയും, പാലക്കാട് നിന്ന് കൊണ്ടിരുന്നതാണ്. അതേപോലെ ഓട്സും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഇത്രയും നല്ല പാലുൽപാദനമുള്ള പശുക്കളല്ലേ ഇവിടെ ഉള്ളത്? അപ്പൊ 1.5 കിലോ പെല്ലറ്റ് മതിയോ? അത് മതി, അതന്നെ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. എങ്ങനെയാ അപ്പൊ പൊടിത്തവിടിലാണ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? ബാക്കി പൊടിത്തവിടിലാണ്. 2 നേരമാകുമ്പോ എത്ര കൊടുക്കും നമ്മള്? 8 കിലോ കൊടുക്കും. 8 കിലോ കൊടുക്കും. പിന്നെ 10 കിലോ സൈലേജും കൊടുക്കും. ഓക്കെ. സൈലേജും കൂടി ഉണ്ടല്ലോ. അപ്പൊ പുല്ല് കൊടുക്കണില്ലായിരിക്കും? പുല്ല് കൊടുക്കുന്നില്ല. പിന്നെ നമ്മളിത് ക്ഷീര ഡയറി ഫാമിനെ നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഏകദേശം എല്ലാം കോപ്പി ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അവരുടെ രീതി തന്നെയാണ്. അവിടെ എന്ത് ചെയ്യണം ഇവിടെ അത് തന്നെ ഇവിടെ ചെയ്യുന്നത്, ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യണത്. അപ്പൊ അതിനനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ലാഭകരമാണ്. ലാഭകരമാണ്. അപ്പൊ തീറ്റ ചെലവ് കുറയുണ്ട്. നമുക്ക് തീറ്റ ചെലവ് കുറഞ്ഞ ഏകദേശം എത്രയാണെന്ന് പറയാൻ പറ്റുമോ? 350 രൂപയാണ് ഏകദേശം. അതിന്റെ ഉള്ളിലാണ് വരുള്ളൂ. ഓക്കെ. ഒരു പശുവിൽ നിന്ന്. ഏത് പശു ആണെങ്കിലും അങ്ങനെയല്ലേ? അല്ല, നമ്മള് 10 മാസമായ നിൽക്കുന്ന കറക്കുന്ന പശുക്കളുണ്ട്. അതിന് നമ്മളൊരു 7 കിലോ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ തീറ്റ ചെലവും കുറയും. 300 ഒക്കെ ആവും ഏകദേശം. അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ കാണുന്നതിലേക്ക് ഇനി വെള്ളം ഒഴിക്കോ? ഇനി വെള്ളം ഒന്നും ഒഴിക്കില്ല, ഞങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതെയോ? അതെ. എത്ര മണിക്കൂർ ഇട്ട് നമ്മള്? ഞങ്ങളിത് രാവിലെ പോകുമ്പോ മിക്സ് ചെയ്ത് വെക്കുന്നതാണ്. രാവിലെ പണി കഴിഞ്ഞിട്ട്. ഇപ്പൊ പണി കഴിഞ്ഞപ്പോ വീണ്ടും മിക്സ് ചെയ്ത് വെക്കും, പിറ്റേ ദിവസം കൊടുക്കും. അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ. എല്ലാം കൂടെ കൂടി വേണ്ട, പെല്ലറ്റ് എല്ലാം ഉണ്ട്. ഇതിപ്പോ മിക്സ് ആയതുകൊണ്ടാട്ടോ തോന്നുന്നത്. പൊടുത്തവിടെ എല്ലാം ഉണ്ട്. ഇതാ മിക്സിംഗ് ആണ്. ഇവിടെയാണ് മിക്സ് ചെയ്യുന്നത്? അതെ, ഞങ്ങൾ ഇവിടെയാണ് മിക്സ് ചെയ്യാറ്. ഇതാട്ടോ 5 കൂട്ടാണത്. 5 കൂട്ടാണ് നമ്മള് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ. അവര് ഇതുപോലെ തന്നെ ചെയ്ത് നമുക്ക് തരും? അതെങ്ങനെയാ? അല്ലല്ല, നമ്മള് സെപ്പറേറ്റ് വാങ്ങിച്ച ചാക്ക കൂടി മിക്സ് ചെയ്യുന്നതാണ്. പെല്ലറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ശാന്തിയുടെ അല്ലേ? അതെ, ശാന്തിയുടെ ചെറിയ പെല്ലറ്റാണ് ഇത്. ഇത് 1.5 കിലോ കൊടുക്കണുള്ളൂ. 1.5 കിലോ കൊടുക്കുള്ളൂ. സാധാരണ നമുക്ക് ഇതുപോലത്തെ പശുക്കൾക്ക് പെല്ലറ്റ് കൂടുതൽ വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ 1.5 കിലോ കൊടുക്കുന്നു, വെറും 1.5 കിലോ. അപ്പൊ നിങ്ങൾ ചെറുപ്പക്കാരാണ്, ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ എങ്ങനെ ധൈര്യത്തിലിറങ്ങി? നമ്മളിത് ഒരു വിശ്വാസം, വിജയിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ആദ്യം ചെയ്തു നോക്കി, ഇതിൽ വിജയം ഉണ്ടോ. ആദ്യം നമ്മൾ സാധാ പശുവിനെ ഇറക്കിയത്. നമുക്കത് കുഴപ്പമില്ല, എന്തായാലും ലോസിലോട്ട് വരുന്നില്ല. അപ്പൊ നമ്മള് ബ്രീഡ് പശുവിനെ ഇറക്കാന്ന് വിചാരിച്ചു. ബ്രീഡ് പശുവിനെ ഇറക്കിയപ്പോ അതിൽ നമ്മള് 2 പശുവിനെ വെച്ച് ചെയ്തപ്പോ നല്ല ലാഭം ഉണ്ടായിരുന്നു. ഈ 2 പശുവിനെ വെച്ച് ചെയ്തപ്പോ ഞങ്ങൾക്ക് ലാഭം മനസ്സിലായി. ലാഭം കിട്ടുന്നു മനസ്സിലായപ്പോ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ കോൺഫിഡൻസ് ആയിപ്പോ ചെയ്തതാണ്. പശുവിനെ എണ്ണം കൂട്ടിയതും അല്ല. നമ്മൾ ഈ ഫീൽഡ് വെച്ചാല് നമ്മൾ ആരും ഈ ഫീൽഡിലേക്ക് ഇറങ്ങാത്തത് എന്താ വെച്ചാല്, ഫുൾ ടൈം, അതായത് ഈ ഫാമിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാല് ഫുൾ ടൈം ഫാം വിട്ട് നമ്മൾ എങ്ങോട്ടും പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പുറത്ത് പോകാൻ പറ്റില്ല എന്നുള്ള രീതി ആയ കാരണമാണ് ചെറുപ്പക്കാരൊന്നും പ്രത്യേകിച്ച് ഇതിലേക്ക് വരാത്തത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പശുവിനെ വളർത്തുക എന്നുള്ളതൊരു കുറവായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇപ്പൊ കൂടുതലുള്ളത്. അപ്പൊ പുതിയ തലമുറ വരാത്തത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ആൾക്കാർ ഈ കളിയാക്കുക, ഈ പശുവിനെ വളർത്താൻ പോവാണോ, അപ്പൊ ആ ഒരു പുച്ഛാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെതായ രീതിയിൽ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ പണി നമുക്ക് നമ്മളെ അപേക്ഷിച്ച് ഇവിടെ ഒരു 3:30 വന്നു കഴിഞ്ഞാല് നമ്മൾ 5:30 ആകുമ്പോഴേക്കും ഈ 10 പശുവിനെ കഴിഞ്ഞിട്ട് നമ്മൾ പോകും. എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ പോകും. ഈ 5:30 കഴിഞ്ഞ് നമ്മളൊരു സൊസൈറ്റിയിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 മണിയാകുമ്പോഴേക്കും നമ്മൾ എന്തായാലും ഒരു 6 മണി 6:15 ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തും. വീട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെ ഒരു 10:30-11 മണി വരെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എനിക്കുള്ളൂ. വീണ്ടും ചെന്ന് കിടന്ന് ഉറങ്ങിയിട്ട് 11 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ എനിക്കാറുള്ളൂ. ബാക്കി പിന്നെ ഫുൾ ടൈം ഫ്രീ തന്നെയാണ്. നമ്മളത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 2 മണിക്കാണ് ഇവിടെ എത്തുക. 2 മണിക്ക് എത്തുമ്പോൾ നമുക്ക് വൈകിട്ടായാലും കാലത്ത് അത്ര പണിയും കൂടി നമുക്ക് വൈകിട്ട് നമുക്ക് ഇവിടെ ഇല്ല. നമ്മുടെ പണി എങ്ങനെ സിമ്പിൾ പണി എത്രയും നമ്മള് സിമ്പിൾ ആക്കാം. അതായത് നമുക്ക് ആദ്യം മറ്റേ ഫാമിലാകുമ്പോൾ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് വെള്ളം നമ്മൾ സെപ്പറേറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക് വെള്ളമാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഓട്ടോമാറ്റിക് വെള്ളമാകുമ്പോൾ നമുക്ക് വെള്ളം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ തീറ്റ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കണ കാരണം നമ്മൾ തീറ്റ വെക്കും. വേറെ ഇപ്പൊ പണി വെച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് വൃത്തിയാക്കുക, കുളിപ്പിക്കുക, കറവ് മെഷീൻ വെക്കുക. വൈകിട്ടത്തെ പണിയായാലും നമുക്ക് കുറവാണ്. വൈകിട്ട് ഈ 10 പശുവിന് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ആളുടെ ആവശ്യമാണ് നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. ഞങ്ങൾ ഈ 3 പേരില് ഞങ്ങൾക്ക് വൈകിട്ട് നമ്മൾ 2 പേരാണ് നമ്മളിവിടെ വൈകിട്ട് നമ്മൾ നിൽക്കാറുള്ളൂ. അതായത് 3 ആളുണ്ടെങ്കിൽ ഓരോ ആൾക്കാർ മാറി മാറി ലീവാണ്. അതായത് നമ്മള് വൈകിട്ട് ഇപ്പൊ ഒരു ദിവസം ഇന്ന് ഞാൻ ലീവാണെങ്കിൽ നാളെ അവൻ ലീവാണ്. ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് ട്രിപ്പ് പോവാണെങ്കിലും ഞങ്ങൾ മാറി മാറിയിട്ട് ഞങ്ങൾക്ക് 2 പേരുണ്ടെങ്കിലും മതി. ഓരോരുത്തർ ട്രിപ്പ് പോവുക, എല്ലാ കാര്യങ്ങളായും ഞങ്ങൾ എൻജോയ്മെന്റ് ചെയ്തിട്ടാണ് ഈ പണി എടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങള് ഇവിടെ ചെയ്ത് പോകുന്നത്. അപ്പൊ നിങ്ങൾ 3 പേര് ഫ്രീ ആവൂല്ലേ? 3 പേര് നല്ല ഫ്രീ ആണ്. വൈകിട്ടായാലും ഇപ്പൊ 2 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 3:45 ആകുമ്പോഴേക്കും ഞങ്ങൾ ഈ പരിപാടി കഴിയും.
സാധാരണ അലച്ചിലാന്ന് പറയാറ്, പക്ഷെ നിങ്ങളുടെ വാക്ക് നമുക്ക് അതായത് ഇപ്പൊ 10 എണ്ണത്തിന് നമ്മൾ പുറത്തേക്ക് ഇറക്കി കിട്ടുന്നില്ലല്ലോ. അപ്പൊ അതന്നെ ഒരു പണി കുറവാണ്. പിന്നെ നമ്മൾ കൊടുക്കണത് പുല്ല് കൊടുക്കുന്നില്ല, വൈക്കോല് കൊടുക്കുന്നില്ല, നമ്മൾ സൈലേജ് ആണ് കൊടുക്കണത്. സൈലേജ് നമ്മളിവിടെ പുറത്താണ് ഇറക്കിയിട്ടുള്ളത്. ഇപ്പൊ സൈലേജ് ആകുമ്പോൾ നമുക്ക് ഉള്ളിൽ കയറ്റി വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അത് പുറത്തിറക്കി ഇട്ടാൽ മതി. അപ്പൊ വെയിലായാലും മഴയിലും അത് പാക്കിങ് നല്ല രീതിയിലായതുകൊണ്ട് അത് പ്രശ്നമല്ല. നമ്മളത് സൈലേജ് പൊട്ടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാല് അത് കൊടുക്കാം. അപ്പൊ അങ്ങനത്തെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തേക്കുന്നത്. പരമാവധി പണി കുറയ്ക്കുക. അപ്പൊ അങ്ങനെ കുറച്ച് കഴിഞ്ഞാല് നമുക്ക് വേറെ പണി എളുപ്പമാക്കിയ പിന്നെ എല്ലാം നമുക്ക് സുഖമായിട്ട് പോവാം. അപ്പൊ നിങ്ങൾ 3 പേര് ഈ ഒരു മേഖലയ്ക്ക് ഇറങ്ങിയപ്പോ ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ആദ്യം ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോ എല്ലാരും അത് പശുവിനെ വളർത്തല് നല്ല രീതിയല്ല, ചിലവര് നമ്മൾ പശുവിനെ വളർത്തൽ നല്ല രീതിയാന്ന് പറഞ്ഞവരുണ്ട്. നമ്മളെ ഫ്രണ്ട്സ് ഒരുവിധം ചിലവര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തവരുണ്ട്. നമുക്ക് ഇവിടെ തീറ്റ കാര്യങ്ങൾ ഇറക്കാൻ നമ്മളെ ഫ്രണ്ട്സ് ആണ് കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാറ്. അപ്പൊ അതുപോലെ തന്നെ ഇതില് തള്ളി പറഞ്ഞവരുണ്ട്. ഇപ്പൊ ആദ്യം നമുക്ക് 2 തുടങ്ങിയപ്പോ ആദ്യം കുറെ നെഗറ്റീവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ 10 ആയപ്പോ നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളും നമ്മള് ഇപ്പൊ നല്ല രീതിയിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പൊ നിങ്ങൾ വേറെ ഫീൽഡിൽ നിന്ന് വേറെ വർക്ക് ചെയ്തോണ്ടിരുന്നത് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്നേക്കാളും പൈസ ഇവിടുന്ന് കിട്ടുന്നുണ്ടോ? അതായത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ 10 പശു ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് ഓൾറെഡി ഈ 10 പശു നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മളെ കയ്യിൽ 3 ആളുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് മേടിക്കണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് സാധാ ജോലിക്ക് പോകണേക്കാട്ടി നല്ല രീതിയിലുള്ള എമൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇപ്പൊ ഞങ്ങള് ലോണും കാര്യങ്ങളായ കാരണം നമുക്ക് അത്രയും എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് ആവശ്യങ്ങൾക്കുള്ള ഒരു എമൗണ്ട് എടുക്കുക എന്നല്ലാതെ ഞങ്ങൾ വേറെ പരമാവധി എത്രയും പെട്ടെന്ന് ഇതിന്റെ ലോണ് അടച്ചു തീർക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ഭാവിയിലെ പ്ലാൻ എന്താ? പശുവിനെ കൂട്ടാൻ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങള്? ഞങ്ങള് ഈ ഫീൽഡ് തന്നെ മുന്നോട്ട് പോകാനാണ്. ഞങ്ങളിപ്പോ 10 എന്നുള്ളത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു 20 എന്നുള്ള രീതിയിൽ ആക്കാനാണ് നോക്കണത്. ഞങ്ങള് പരമാവധി എണ്ണം കൂട്ടുക എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കണത്. അപ്പൊ നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത് എന്താ വെച്ചാല് നമുക്ക് ഈ ഫീൽഡ് ഒരിക്കലും നഷ്ടം വരില്ല. അതായത് ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടക്കം കുറച്ച് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ തീരെ നഷ്ടം വരില്ല. അതായത് നമുക്ക് പാലെന്തായാലും നമുക്ക് വേറെ മാർക്കറ്റ് അധികം കണ്ടെത്തേണ്ട ആവശ്യമില്ല. അതായത് പാല് നമുക്ക് എന്തായാലും സൊസൈറ്റിയിൽ നമുക്ക് എത്ര കൊടുത്താലും സൊസൈറ്റിയിൽ പാലെടുക്കും. അപ്പോൾ ആ സെയിലിൻ്റെ കാര്യം നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ല. അതായത് കുറച്ച് ലോക്കൽ സെയിലും കൂടി പിടിക്കുകയാണെങ്കിൽ നമുക്ക് ലാഭം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെന്താ വെച്ചാൽ ഇത് നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാം. അത് ഇപ്പോൾ വേറെ അതായത് ഇപ്പോൾ കർണാടക ചിന്താമണി പശുക്കളാണ്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ ക്ലൈമറ്റും വ്യത്യാസമാണ്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റിനായിട്ട് നമുക്ക് ആദ്യത്തെ ഒരു മാസം മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. തീറ്റെടുക്കാനായാലും എല്ലാ കാര്യത്തിനായാലും. അപ്പോൾ പതുക്കെ നമ്മൾ നോക്കി കാര്യങ്ങൾ സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ വേറെ ഞങ്ങൾക്ക് തുടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പുതിയ പശു എടുക്കുമ്പോഴായാലും നമുക്ക് എങ്ങനെ നോക്കണം, നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ എന്തായാലും ഒരു 5 എണ്ണത്തിനെയും 10 എണ്ണത്തിനും എടുത്ത് തുടങ്ങാതെ ഒരു 2 എണ്ണത്തിനും എടുത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് നമുക്ക് സമാധാനപരമായിട്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തുള്ള 3 ചെറുപ്പക്കാരുടെ പശുഫാമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു ഫാമിംഗ് വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.